മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. തേക്കടിയിലേക്ക് എത്തിയ രണ്ട് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ കശ്മീരി ജിഹാദികൾ നടത്തിയിട്ടുള്ള ചറ്റത്തരത്തെക്കുറിച്ച് സകല ആളുകളും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, രണ്ട് ഇസ്രായേലി ടൂറിസ്റ്റുകൾ തേക്കടിയിലേക്ക് എത്തുന്നു. കരകൗശല ഷോപ്പ് നടത്തുന്ന ഒരു ഷോപ്പ് കാണുന്നു, അവിടേക്ക് കയറുന്നു. അത് കശ്മീരി ജിഹാദികൾ നടത്തുന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് സംസാരങ്ങൾ നടക്കും. ആ ഒരു സംസാരം തുടരുന്ന സമയത്ത് ഈ ടൂറിസ്റ്റുകൾ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലി പൗരന്മാരാണ് എന്ന്. ആ സ്പോട്ടില് കശ്മീരിലെ ആ ജിഹാദികള് ഈ ഇസ്രായേലി പൗരന്മാരെ അപമാനിച്ചുകൊണ്ട് ആ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. ആ എത്തിയിട്ടുള്ള രണ്ട് ഇസ്രായേലി പൗരന്മാർ സ്പോട്ടിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള, ഞങ്ങൾ കേട്ടിട്ടുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം ഇതല്ല, ഇങ്ങനെയല്ല ഇവിടെ ഉണ്ടാവുക എന്ന്. അവരതൊക്കെ നമുക്കറിയാം. ആംസ്റ്റർഡാമില് ഒരു പറ്റം ജിഹാദികള് ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ആക്രമണമൊക്കെയുള്ള വലിയ രീതിയിൽ ജിഹാദ് അനുകൂല സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ടൂറിസ്റ്റുകളോട് പോവരുത് എന്ന്, ഇസ്രായേലി പൗരന്മാരോട് പോവരുത് എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ഭാരതത്തിലേക്ക് ഈ ഇസ്രായേലി പൗരന്മാര് വരാനുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ വിശ്വസിച്ചിട്ട് കൊണ്ട് തന്നെയാ ഇസ്രായേലി പൗരന്മാര് നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. അങ്ങനെ കേട്ടറിഞ്ഞെത്തിയ ഇസ്രായേലി പൗരന്മാരെ അപമാനിച്ചുകൊണ്ട് ഇറക്കിവിട്ട സമയത്ത് എന്തൊക്കെ ചിന്തകൾ നമ്മുടെ രാജ്യത്തിനെതിരെ അവരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിരുന്നാലും അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ല ഓടിയിട്ടുള്ളത്. അവർ കേട്ടറിഞ്ഞിട്ടുണ്ട്, ഈ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആളുകളാണ് എന്ന്. അവർ തൊട്ടടുത്ത് കാണുന്ന ആളുകളോട് തങ്ങളുടെ വിഷമം മുന്നോട്ട് വെച്ചു, ഞങ്ങളെ അപമാനിച്ചുകൊണ്ട് ഈ കടയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന്. അത് കേട്ട നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റം ആളുകൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് കശ്മീരി ജിഹാദികളുടെ കടയിലേക്ക് പോയി. നമ്മളിവിടെ കൊടുത്ത ഫോട്ടോ കണ്ടില്ലേ, അതിൽ ആ വെള്ള ഷർട്ടിട്ടുള്ള ആളൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ കശ്മീരി ജിഹാദികളോട് പറയുന്നുണ്ട്, ഇതിവിടെ നടപ്പില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ സിദ്ധാർത്ഥി എന്ന വീഡിയോയിൽ, ഈ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തത് വീഡിയോയിൽ ആളുകൾ വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല. ഈ ഭാരതത്തിലെ സകല ആളുകളുടെയും മാനം കാത്തുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. സ്വാഭാവികമായിട്ടും കശ്മീരി ജിഹാദികള് മുട്ടുമടക്കിക്കൊണ്ട് സകല രീതിയിലും ഈ ഇസ്രായേലി പൗരന്മാരോട് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറയുന്നതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരങ്ങനെ മാപ്പ് പറഞ്ഞാലൊന്നും പോരാ, നമ്മുടെ രാജ്യത്തെ രാജ്യ നിലപാടിനെതിരെ പ്രവർത്തിച്ച ആളുകളാ. ഇസ്രായേലും നമ്മുടെ ഭാരതവുമായിട്ട് വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നിട്ട് ആ രാജ്യത്ത് വന്ന ഇസ്രായേലി പൗരന്മാർക്ക് നേരെ ഈ അപമാനിച്ചിട്ടുള്ള ജിഹാദികൾ ഒരു മാപ്പിലൊന്നും ഒതുക്കാൻ പാടില്ല. നമ്മുടെ കേരളത്തില് ഇത്തരം ജിഹാദികള് ജോലി ചെയ്യാൻ പോലും പാടില്ല എന്ന സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിനോടും അതേപോലെ തന്നെ ഈ പറയുന്ന കശ്മീരി ജിഹാദികളൊക്കെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ കൃത്യമായിട്ടൊരു വിവരം അങ്ങ് മുന്നോട്ട് വെക്കാം. ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ അത്യാധുനിക ടെക്നോളജി IT ഒക്കെ ആയിട്ട് വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഇതുപോലെയുള്ള ഒരു വിഷയം നടന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ടൂറിസം പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയിട്ട് ചെറിയൊരു കുറിപ്പ്, ഇങ്ങനെ ഒരു ദുരിത അനുഭവം ഉണ്ടായി എന്ന് ഇസ്രായേലികൾ ആര് കമന്റ് ഇട്ടാലും ഒരു കുറിപ്പ് എഴുതിയിട്ടാലും നമ്മുടെ ടൂറിസം മേഖലക്കൊക്കെ വളരെ വലിയ രീതിയിൽ ബാധിക്കൂ. അതുകൊണ്ട് തന്നെയാ ഈ കശ്മീരി ജിഹാദികൾക്ക് നേരെ വളരെ വലിയ നടപടി എടുക്കണമെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ, ഇവിടെയുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ ടൂറിസ്റ്റായിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഇതുപോലൊരു അനുഭവം ഉണ്ടായാൽ അത് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ വൈറലായിരിക്കില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇസ്രായേലികൾ ഇവിടെ എത്തിയിട്ട് ഈ ഒരു വിഷയക്ക് ഇസ്രായേലില് വളരെ വലിയ രീതിയിൽ വൈറലാവും. അപ്പൊ കൃത്യമായിട്ട് ഈ കശ്മീരി ജിഹാദികൾക്ക് നേരെ ശക്തമായ നടപടി എടുക്കണം.
അത് നമ്മുടെ ടൂറിസം മേഖലയെ പോലും രക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളത് മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുക തന്നെ ചെയ്യണം. എന്തൊക്കെ തന്നെ പറഞ്ഞാലും കശ്മീരി ജിഹാദികളൊക്കെ ഒരു ഗതികേട് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടിയിട്ട് കശ്മീരി ജിഹാദികൾ ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തേണ്ട അവസ്ഥ വന്നു. അതേപോലെ തന്നെ കുറച്ച് മുമ്പ് ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഒളിവിൽ നിന്നിട്ടുള്ള ഒരാളില്ലായിരുന്നോ, മറ്റൊരു ജോലിയും ചെയ്തിട്ട് ജീവിക്കേണ്ട ഗതികെട്ട അവസ്ഥ. ഈ ജിഹാദികൾക്കൊക്കെ നിരന്തരം ഫണ്ടൊക്കെ കിട്ടിയായിരുന്നു. ഇപ്പൊ പല രീതിയിലും കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നത് കൊണ്ട് പല ജിഹാദികളും ജോലി ചെയ്തൊക്കെ ജീവിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും സകല ആളുകളും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിയണം. ഈ കശ്മീരി ജിഹാദിക്കൊന്നും നമ്മുടെ കേരളത്തില് ഒരു കച്ചവടം ചെയ്യാനുമുള്ള അർഹതയില്ല എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ. എല്ലാ ആളുകളെയും ഒരുപോലെ കാണാൻ സാധിക്കാത്ത ഈ കരകൗശല കച്ചവടം നടത്തിയ കശ്മീരി ജിഹാദികളെ നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടണം. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. സകല ആളുകളോടും ഒരു കൃത്യമായിട്ടൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കാം. ഈ കടയിലൊന്നും, ഈ തേക്കടിയിലെ കരകൗശല കച്ചവടം നടത്തുന്ന കടയിലൊന്നും ഒരു ബോധമുള്ളവരും ഒരിക്കൽ പോലും കയറുക എന്നല്ല, തിരിഞ്ഞു പോലും നോക്കരുത് എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കണം. സകല ആളുകളെയും ഒരേപോലെ കാണാൻ സാധിക്കാത്ത ആളുകളുടെ ഒരു കച്ചവടത്തിനും ഒരു കടയിലേക്കും ബോധമുള്ള ഒരാളും പോവേണ്ടതില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. അല്ല ഇസ്രായേൽ ജൂതന്മാരായിട്ടുള്ള 2 ഓസ്ട്രേലിയൻ യുവതികളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയ സമയത്ത് ഒരു ഹമാസ് അനുകൂല പോസ്റ്ററൊക്കെ കീറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വലിച്ചു കീറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കേസൊക്കെ എടുത്ത ടീമുണ്ടായിരുന്നല്ലോ ഇവിടെ. അത്തരം കേസെടുത്ത ആളുകളൊന്നും ഈ കശ്മീരി ജിഹാദികളെ കാണുന്നില്ലേ? അന്നത്തെ വിഷയം എന്തായിരുന്നു? 2 ജൂത യുവതികള് അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ഒരു പ്രകോപനവും ഒരു കാരണവുമില്ലാതെ ഹമാസ് ഭീകരര് 1200-ലധികം ആളുകളെ കൊലപ്പെടുത്തി. അങ്ങനെ കൊലപ്പെടുത്തിയ വിഭാഗത്തിനെ കൊണ്ടു നടക്കുന്ന ഒരു ആളുകളുടെ പോസ്റ്ററുകളും കൊടികളും കണ്ടാൽ ബോധമുള്ള ആരാണെങ്കിലും അത് വലിച്ചു കീറില്ലേ? അതല്ലേ ആ 2 യുവതികളും എറണാകുളമാണെന്ന് തോന്നുന്നു ആ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരാണെങ്കിലും നമ്മുടെ രാജ്യത്തെ കുറിച്ച് പുറത്തേക്ക് കേൾക്കുന്നത് ജിഹാദിനെയും അതേപോലെ തന്നെ ഭീകരവാദത്തെയൊക്കെ ശക്തമായിട്ട് എതിർക്കുന്ന രാജ്യമായിട്ടോ, അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഹമാസ് അനുകൂല പോസ്റ്ററൊക്കെ കണ്ടാൽ ആ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള 2 യുവതികൾ അത് കീറി എറിഞ്ഞു. അതിന് വരെ ഇവിടെ കേസെടുത്ത സംവിധാനങ്ങളുണ്ട്. അല്ല, അവരൊന്നും 2 ഇസ്രായേലി പൗരന്മാരെ അപമാനിച്ച് കടയിൽ നിന്ന് ഇറക്കി വിട്ടതിനെതിരെ എന്തുകൊണ്ടാണ് ശക്തമായ നടപടിയെടുക്കാത്തത്? അവരെ കേരളത്തിലെ കച്ചവടം ചെയ്യാൻ അനുവദിക്കരുത്. എല്ലാ ആളുകളെയും ഒരുപോലെ കാണാൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ കേരളത്തിൽ കച്ചവടം ചെയ്യണ്ട എന്ന് തന്നെയാ സുബോധമുള്ള സകല ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്.